ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ട്രംപ് വിചാരിക്കുകയാണ്. ട്രംപ് അതിനുവേണ്ടി കൊതിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ പ്രധാനമന്ത്രിയാണെങ്കിൽ ട്രംപിൻ്റെ 7 അയലത്ത് അടുക്കുന്നില്ല. അടുക്കാത്തതിന് ഒരു കാരണമുണ്ട്. കാരണം ട്രംപിൻ്റെ 7 അയലത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഉടനെ ട്രംപ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് ദൂരെ നിന്ന് കണ്ടാൽ പോലും പ്രധാനമന്ത്രി റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങില്ല എന്ന് പറഞ്ഞു. പോരാത്തതിന് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതിന് എനിക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു എന്നൊക്കെ ചിലപ്പോൾ ട്രംപ് പറഞ്ഞു കളയും. അങ്ങനെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വലിയ കലാപമാക്കി മാറ്റി രാജ്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി രാജ്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളെ തെരുവിലിറക്കാൻ കാത്തു നിൽക്കുന്ന വലിയൊരു കൂട്ടം നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും മണ്ടനായതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് അത് ചെയ്യുന്നതിൽ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നല്ലൊരാളെ പ്രതിപക്ഷ സ്ഥാനത്ത് വയ്ക്കണം എന്ന ആവശ്യവും ശക്തമാണ്. പക്ഷേ BJP ഇതിനെ അനുകൂലിക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയാണ് BJPയുടെ ഐശ്വര്യം. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ വരാനിരിക്കുന്ന ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി മലേഷ്യയിലേക്ക് പോകില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം ട്രംപ് അവിടെ വരുന്നുണ്ട്. വ്യാഴാഴ്ച രാവിലെ ഒരു പോസ്റ്റിലൂടെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രി ഇനി ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്ന എല്ലാ ഊഹാപോഹങ്ങളും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നടക്കുന്ന ദീപാവലി ഉത്സവം കാരണം പ്രധാനമന്ത്രി മോദി പരിപാടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തന്റെ ട്വീറ്റിൽ പറഞ്ഞു. എന്നിരുന്നാലും ദീപാവലിക്ക് ഔദ്യോഗിക കാരണം നൽകിയിട്ടുണ്ടെങ്കിലും ഈ തീരുമാനത്തിന് പിന്നിലെ മറ്റു കാരണങ്ങളെക്കുറിച്ച് നയതന്ത്ര വൃത്തങ്ങളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര താരിഫ് സംഘർഷങ്ങൾക്കിടയിൽ ട്രംപുമായിട്ടുള്ള സാധ്യമായ കൂടിക്കാഴ്ച ഒഴിവാക്കാൻ ഈ തീരുമാനമെടുത്തതായാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത്. ട്രംപുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച ഈ ആസിയാൻ ഉച്ചകോടിയിൽ നടക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പോരാത്തതിന് മോദി നേരിട്ട് ഇതിൽ പങ്കെടുക്കുമെന്നും അവിടെ വെച്ച് ഡൊണാൾഡ് ട്രംപിനെ കാണുമെന്നും കുറച്ച് നാളുകളായി ശക്തമായിട്ടുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. വ്യാപാരം, താരിഫ് എന്നിവയെ ചൊല്ലി ഇന്ത്യയും US തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന് ഈ കൂടിക്കാഴ്ച നിർണായകമാണെന്ന് കണക്കാക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വെർച്വൽ പ്രസംഗ വാർത്തയോടെ ഇതിനെല്ലാം തന്നെ ഒരു അവസാനമായിരിക്കുകയാണ്. അതേസമയം ഇന്ത്യ മലേഷ്യ ബന്ധത്തിൽ ഇതിൽ യാതൊരുവിധ ഉലച്ചിലും ഉണ്ടാകില്ല. അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും അവിടെയുള്ള ഭരണാധികാരി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.